അഹമ്മദാബാദ് വിമാന അപകടത്തിൽ യാത്രക്കാരായ 241 പേർ കൊല്ലപ്പെട്ടപ്പോൾ 11 സീറ്റിലുണ്ടായിരുന്ന ഒരേയൊരാൾ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് വളരെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. 27 വർഷങ്ങൾക്ക് മുൻപും സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതും രക്ഷപ്പെട്ടത് 11 സീറ്റിലുണ്ടായിരുന്നയാൾ. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ എല്ലാവരും മരിച്ചുവെന്ന വാർത്ത പ്രചരിക്കുന്നതിനിടെയാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരാൾ ജീവനോടെ പുറത്തെത്തിയത്. ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ രമേശ് വിശ്വാസ് കുമാർ ഗുജർവാദയാണ് ഏവരെയും അത്ഭുതപ്പെടുത്തി അപകടത്തെ അതിജീവിച്ചത്. 242 പേരുമായി കത്തിയമർന്ന വിമാനത്തിൽ നിന്ന് മരണത്തെ തോൽപ്പിച്ച ഒരേയൊരാൾ. വലതുവശത്ത് വിമാന ചിറകിന് മുന്നിൽ ജനലിനോട് ചേർന്ന 11 സീറ്റിലിരുന്ന വിശ്വാസിന് തീ പടരുന്നതിന് മുൻപ് പുറത്തു കടക്കാൻ കഴിഞ്ഞതാണ് രക്ഷയായത്. കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷാപ്രവർത്തകർക്കൊപ്പം നടന്നായിരുന്നു അദ്ദേഹം ആശുപത്രിയിലേക്ക് പോയത്. ഒപ്പം സഞ്ചരിച്ച രമേശിന്റെ സഹോദരൻ പക്ഷേ മരണപ്പെട്ടു. ഇപ്പോഴിതാ വിമാന അപകടത്തിൽ നിന്ന് അവിശ്വസനീയമായി രക്ഷപ്പെട്ട വിശ്വാസുമായി ബന്ധപ്പെട്ട് തായ്ലൻഡ് നടനും ഗായകനുമായ റുവാങ്സാങ് ലോയ്ചുസാക് പങ്കുവച്ച വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. 27 വർഷങ്ങൾക്ക് മുൻപ് താൻ വിമാന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട അനുഭവമാണ് റുവാങ്സാക് പങ്കുവച്ചത്. അന്ന് നടനിരുന്നതും 11 സീറ്റിലായിരുന്നു. 1998 ഡിസംബർ 11 ദക്ഷിണ തായ്ലൻഡിലാണ് വിമാന അപകടമുണ്ടായത്. ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതിനിടെ തായ് എയർവേസ് ഫ്ലൈറ്റ് TG261 ഒരു ചതുപ്പിലേക്ക് പതിക്കുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 146 പേരിൽ 101 പേർ മരിച്ചു. അന്ന് 20 വയസ്സായിരുന്നു റുവാങ്സാക്കിന്. എയർ ഇന്ത്യ ബോയിങ് 787 ഡ്രീം ലൈനർ വിമാന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേയൊരു യാത്രക്കാരനായ വിശ്വാസ് 11 സീറ്റിലാണ് ഇരുന്നതെന്ന വാർത്ത കേട്ടപ്പോൾ തനിക്ക് മരവിപ്പ് അനുഭവപ്പെട്ടുവെന്നാണ് നടൻ പ്രതികരിച്ചത്. ഫേസ്ബുക്ക് കുറിപ്പിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം പങ്കുവച്ചത്. തന്റെ പക്കൽ അന്നത്തെ ബോർഡിംഗ് പാസ് ഇല്ലെങ്കിലും അന്നത്തെ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന പത്രവാർത്തകളിൽ തന്റെ സീറ്റ് നമ്പരുമുണ്ടെന്ന് അദ്ദേഹം കുറിപ്പിൽ വ്യക്തമാക്കി. അപകടത്തിന് ശേഷമുള്ള തന്റെ ജീവിതത്തെ രണ്ടാം ജീവിതമാണെന്ന് പറഞ്ഞ അദ്ദേഹം അഹമ്മദാബാദ് വിമാന അപകടത്തിൽ അനുശോചനവും അറിയിച്ചു. വിമാന അപകടത്തിന് ശേഷം വർഷങ്ങളോളം താൻ അനുഭവിച്ച ആഘാതത്തെയും അതിജീവിച്ചയാളുടെ കുറ്റബോധത്തെയും കുറിച്ച് നടൻ നിരവധി അവസരങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരു പതിറ്റാണ്ടോളം അദ്ദേഹം പിന്നീട് വിമാനയാത്ര നടത്തിയില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം വിശ്വാസ് കുമാർ രമേശിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ പ്രതികരിച്ചു. ആരോഗ്യനിലയിൽ ആശങ്കയില്ല എന്നും ഡോക്ടർമാർ അറിയിച്ചു. വിശ്വാസ് കുമാർ രമേശ് ലണ്ടനിലുള്ള ബന്ധുക്കളുമായി സംസാരിച്ചതായും ഡോക്ടർമാർ പറഞ്ഞു. ദുരന്ത സ്ഥലം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശുപത്രിയിലെത്തി വിശ്വാസ് കുമാറിനെ സന്ദർശിച്ച് സംസാരിച്ചു. വിമാനാപകടത്തിൽ മരിച്ചവരുടെ സംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന ആശങ്കയും അധികൃതർ പങ്കുവച്ചിരുന്നു. 270 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. വിമാനയാത്രക്കാരായ 241 പേർക്ക് പുറമെ 24 പ്രദേശവാസികളും മരിച്ചിട്ടുണ്ട്. പരിക്കേറ്റ 12 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. മരിച്ചവരിൽ വിമാനം ഇടിച്ചിറങ്ങിയ BJ കോളേജ് ഹോസ്റ്റലിലെ മെഡിക്കൽ വിദ്യാർത്ഥികളും ഉൾപ്പെട്ടിട്ടുണ്ട്. 60-ലധികം വിദ്യാർത്ഥികൾക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അതിനിടെ അപകടമുണ്ടായി ആദ്യ ദിനം തന്നെ AIB അന്വേഷണം ആരംഭിച്ചതായി കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു പറഞ്ഞു. ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദ് വരെ ഒരു കുഴപ്പവുമില്ലാതെ വിമാനം പറന്നുവെന്നും അഹമ്മദാബാദിൽ നിന്നുള്ള ടേക്ക് ഓഫിന് ശേഷം പൈലറ്റ് മെയ്ഡേ കോൾ നൽകിയെന്നും മന്ത്രി വ്യക്തമാക്കി. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് ലഭിച്ചെന്നും അപകടവുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും അന്വേഷിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഉന്നതതല സമിതി തിങ്കളാഴ്ച യോഗം ചേരും. നിലവിലുള്ള ഡ്രീം ലൈനർ വിമാനങ്ങളുടെ പ്രവർത്തനശേഷി പരിശോധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.